വീണ്ടും വീഡിക്കായി ഫ്ലെക്സ്. നമ്മൾ ഈ വാർത്ത കണ്ടിട്ടാണോ ഫ്ലെക്സ് ഇങ്ങനെ അടിച്ചു കൂട്ടുന്നതെന്നൊരു സംശയം. എന്തായാലും ഫ്ലെക്സ് അടിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ നല്ല കാലമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇപ്പോൾ ഫ്ലെക്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുക. കോട്ടയത്ത് പ്രസ് ക്ലബിന് മുൻപിലാണ് ഫ്ലെക്സ് ബോർഡ്. VD നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് ഫ്ലെക്സിൽ ഉള്ളത്. അഖിലുണ്ട്. അഖിൽ, ഫ്ലെക്സ് മഴ അവസാനിക്കുന്നതേ ഇല്ലല്ലോ. ഈ എന്തായാലും ഫ്ലെക്സിലെ കച്ചവടം നടത്തുന്ന ആളുകൾക്കൊക്കെ ഇതൊരു സുവർണ്ണകാലമാണ്. LDF എങ്ങാനും വന്നിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല ഫ്ലെക്സും വയ്ക്കാൻ പറ്റുമായിരുന്നോ? അത് തന്നെയാണ്. എന്തായാലും ഫ്ലക്സ് കച്ചവടക്കാരെന്തായാലും വലിയ സന്തോഷത്തിലായിരിക്കും. ഇതിപ്പോൾ കുറേ ആയി ഇത്തരത്തിൽ KC വേണുഗോപാലിന് വന്നു കഴിഞ്ഞു. ഇപ്പോൾ VD സതീശനും കോട്ടയം നഗരത്തിലേക്ക് ഫ്ലക്സ് ബോർഡുകൾ എത്തിയിരിക്കുന്നു. എന്തായാലും പ്രസ് ക്ലബിന് മുൻപിലാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരൊക്കെ ഈ ഫ്ലക്സിന്റെ കാര്യം ഒന്നും തേടി അധികം അലയണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കണം എന്തായാലും കോട്ടയം പ്രസ് ക്ലബിന് മുൻപിൽ തന്നെ ഇത്തരത്തിലൊരു ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി VD സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു വീഡിയോയുടെ ചിത്രമൊക്കെ ആലോചന ചെയ്തിട്ടുള്ള വലിയ ഫ്ലക്സ് ആണ്. കോട്ടയം മഹാത്മാഗാന്ധി യൂണിയന്റെ KSUവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് എന്തായാലും അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് തുടർച്ചയായി ഫ്ലെക്സ് ബോർഡുകൾ കോട്ടയം ജില്ലയുടെ പല ഭാഗത്തും VD സതീശന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നു. ഒപ്പം KC വേണുഗോപാലും പ്രത്യക്ഷപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ KC വേണുഗോപാലും ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടതിന് മുഖത്ത് ഈ സ്പ്രേ പെയിന്റ് കൊണ്ട് മുഖത്ത് ഇന്ത്യ ഒക്കെ വരച്ച വാർത്തയൊക്കെ കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും കോട്ടയം പ്രസ് ക്ലബിന് മുന്നിലാണ് VD സതീശൻ ഇന്നലെ രാത്രിയിൽ ഒരു പന്തം കൊളുത്തി പ്രകടനം VD സതീശന് വേണ്ടിയൊക്കെ നടത്തിയിരുന്നു. ഇത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ എന്തായിരിക്കും നടത്തുക? അതായത് ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞു, പന്തം കൊളുത്തി പ്രകടനം നടത്തി, ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നാണ് നമ്മൾ എല്ലാവരും ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാവുക. ഈ VDക്കും KCക്കും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ ഇനി പ്രവർത്തകരൊക്കെ തന്നെ എന്തായിരിക്കും ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ ചെയ്യുക എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇതിപ്പോൾ നിരീക്ഷകർ കേരളത്തിൽ വന്നിരിക്കുന്ന സമയത്താണ് ഈ ഫ്ലെക്സ് യുദ്ധം നടക്കുന്നത്.